നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ചെറിയ ചെറിയ പ്ലാനിങ്ങിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം തുടങ്ങുന്നത് തന്നെ ചെറിയ ചെറിയ പ്ലാനിങ്ങിലൂടെയാണ്. മറ്റൊന്നുമല്ല, രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇന്ന് ഇത്ര മണിയാവുമ്പോൾ കാര്യങ്ങളൊക്കെ കഴിച്ച് ഓഫീസിൽ പോകണം, ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇന്ന കാര്യം ചെയ്യണം, അതിനുശേഷം ഇത് ചെയ്യണം, വൈകിട്ട് തിരിച്ചു വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് തുടങ്ങി ഡെയിലി റുട്ടീൻസ് മുതൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ വരെ പ്ലാൻ ബേസ്ഡ് ആയിട്ടാണ് നടക്കാറുള്ളത്. അതിന്റെ യഥാർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ പ്ലാനിങ് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുമോ? ഒരിക്കലുമില്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ പ്ലാനിങ് നടക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വളരെയധികം ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേൾഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം നമ്മുടെ കൺട്രോളിലല്ല. നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനിങ് ചിലപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സോ സ്ഥിരമായിട്ട് ഓഫീസിൽ പോകുന്ന ഒരാൾ, അപ്പോൾ എല്ലാ ദിവസവും അയാൾ ഒരു ബസ് വെയിറ്റ് ചെയ്യുന്നു, ആ ബസ്സിന് പോകുന്നു, കറക്റ്റ് സമയത്ത് അയാൾക്ക് പഞ്ച് ചെയ്യാൻ പറ്റുന്നു, കാര്യങ്ങൾ നടക്കുന്നു. എന്നാൽ ഒരു പെർട്ടിക്കുലർ ഡേ അയാൾക്ക് അവിടെ 10 മണിക്ക് അവിടെ മീറ്റിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്, അവിടെ MD ബാക്കിയുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തിന് എത്താൻ വേണ്ടി എന്നതേം പോലെ അയാൾ ആ ബസ്സിന് വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ ആ ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് ആ ബസ് വരുന്നില്ല. സോ ബസ് വരാതാവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പാനിക് ആവും. കാരണം നോർമൽ ഡേ അല്ല, ഒരു ദിവസം ലീവ് ആക്കിയാൽ മാത്രം പോരാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ് വരുന്നത്, ഹയർ ഒഫീഷ്യൽസ് എല്ലാം വരുന്നുണ്ട്, പോവാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവുന്ന കേസാണ്. സോ ഇങ്ങനെയുള്ള സമയത്ത് ഭയങ്കര പാനിക് ആയിട്ട് എന്ത് ചെയ്യും, എങ്ങനെ പോകും എന്നുള്ള കാര്യത്തിൽ കുറിച്ച് ചിന്തിക്കും. എന്നിട്ട് വെറുതെ ഒരു 10 മിനിറ്റ് എങ്കിലും ടെൻഷൻ അടിച്ചിട്ട് ആകെ സമയം കളയാൻ നോക്കും. എന്നാൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചില ആളുകളുണ്ട്. അവര് കൂളായിട്ട് ആ സമയം നോക്കും, ശരി കാണാനില്ല, അടുത്ത വണ്ടി പിടിച്ചു പോവാം, വേറെ നിവൃത്തിയൊന്നുമില്ല, നമുക്ക് ലീവ് കളയേണ്ട ആവശ്യമില്ല, നമ്മൾ പോയേ പറ്റുള്ളൂ. അവർക്ക് പാനിക് ആവില്ല. അവർ അടുത്തൊരു ഓപ്ഷൻ കണ്ട് അടുത്തൊരു ഓപ്ഷൻ ഏതാണോ അവർക്ക് ഏറ്റവും സ്യൂട്ടായി തോന്നുന്നത് ആ ലെവലിൽ അവർ ഡിസൈഡ് ചെയ്ത് പോകും. സോ പറഞ്ഞു വരുന്നത് ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങൾ എല്ലാം ഒന്നും നമ്മുടെ കൺട്രോളിലല്ല, വളരെ ചുരുക്കിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ കൺട്രോളിലുള്ളത്. സോ നമ്മുടെ കൺട്രോളിലില്ലാത്ത ഒരു കാര്യങ്ങളും നമുക്ക് ഒരു തരത്തിലും നമ്മുടെ പ്ലാനിങ്ങിന്റെ ഭാഗമാക്കി മാറ്റിയെങ്കിൽ കൂടെ അതുപോലെ തന്നെ സംഭവിക്കണം എന്നൊരു ഉറപ്പും പറയാൻ പറ്റില്ല. സോ ഫ്ലെക്സിബിലിറ്റി ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. അത് ആരാണെങ്കിലും ശരി. കാരണം നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ 10 വർഷത്തേക്ക് പ്ലാൻ ചെയ്യുന്ന കാര്യമായാലും ശരി, ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുന്ന കാര്യമായാലും ശരി, മാറ്റങ്ങൾ വരികയാണെങ്കിൽ യാതൊരു സ്ട്രെസ്സും കൂടാതെ യാതൊരു സ്ട്രെയിനും കൂടാതെ ആ വരുന്ന മാറ്റത്തിനെ അപ്പാടെ അംഗീകരിച്ചുകൊണ്ട് അതിനൊരു ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലും തന്നെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളുകളെ കാണാം. അവരെവിടെ കൊണ്ടുപോയിട്ടാലും അത് വളരെ നന്നായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യും. അവർ എത്ര സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയാലും വളരെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അവരിപ്പോൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ സംഭവിച്ചില്ലെങ്കിലും അവർക്കൊരു കുഴപ്പമില്ല. എന്താണോ ഇഷ്യൂ അല്ലെങ്കിൽ എന്ത് ചലഞ്ചാണോ അവരുടെ തീരുമാനത്തിൽ അവർ കാണുന്നത്, സോ അല്ലെങ്കിൽ എന്ത് ചലഞ്ചാണോ അവരുടെ പ്ലാനിങ്ങിൽ അവർക്ക് വരുന്നത്, അതിനെ ഷുവർ ആയിട്ടും അവർ ഫേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോകും. ഫ്ലെക്സിബിലിറ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ പെർസ്പെക്റ്റീവ് നമ്മളൊന്ന് മാറ്റിപ്പിടിക്കുക. അതായത് നമ്മുടെ കാഴ്ചപ്പാടിനെ നമ്മളൊന്ന് മാറ്റിപ്പിടിക്കുക. ഒരു പ്രോബ്ലം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ, അതായത് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് പാനിക്കായിട്ട് എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് സ്വയം ശപിച്ചിട്ടിരിക്കാതെ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് നോക്കാം. അതേപോലെ തന്നെ ഇപ്പൊ എനിക്ക് വന്നിട്ടുള്ള ഈ ചലഞ്ചിൽ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ പകുതി സ്ട്രെസ് മാറും. അതായത് ഒരു പ്രോബ്ലം നമുക്ക് വന്നെങ്കിലും അതിന് ഈസി ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്താവുന്ന കേസേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രോബ്ലം വന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റക്ക് ആവേണ്ട യാതൊരു ആവശ്യമില്ല. ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ആളുകളെ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അവർക്ക് ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്യാൻ കഴിയില്ല. അത് അവരുടെ വീട്ടിലായാലും ശരി, പ്രൊഫഷനിലായാലും ശരി. സോ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിലായാലും ചെയ്തു പഠിക്കുക. സോ ആ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ഇതുപോലെ ഫ്ലെക്സിബിൾ ആക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഒരു പ്ലാൻ പ്രകാരം നമ്മളൊരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ആ പ്ലാനിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കുക. അപ്പൊ നമ്മൾ സ്ഥലം വരെ പോവാൻ നിൽക്കുന്നു, ഇൻ കേസ് അവിടെ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അത് എന്ത് ചെയ്യാം എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ തീരുമാനിച്ചു വെക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രോബ്ലം വന്നാലും നമുക്ക് ആ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും, പാനിക് ആവാതെ ഇരിക്കാൻ കഴിയും. അതേപോലെ തന്നെ പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണം എന്ന് പിടിവാശി പിടിക്കേണ്ട. അത് നടക്കുന്ന കാര്യമല്ല. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞിട്ട്, അതായത് അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന്
എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കും. ഒരാള് അയാളുടെ തീരുമാനങ്ങളിൽ, അയാളുടെ പ്ലാനിങ്ങിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതിന്റെ അർത്ഥം ഒരിക്കലും അയാള് തോറ്റിട്ട് പോകുന്നു എന്നോ അല്ലെങ്കിൽ ഇട്ടിട്ട് പോകുന്നു എന്നൊന്നുമല്ല. പകരം അയാളുടെ ചുറ്റിലും നടക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ചെറിയ രീതിയിൽ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കാരണം അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്ക് ഒരിക്കലും തന്നെ നിലനിൽപ്പില്ല എന്നുള്ളതാണ് വാസ്തവം. അതൊരു മനുഷ്യനായാലും ശരി, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ശരി, അല്ലെങ്കിൽ എന്തായാലും ശരി. അതേപോലെ തന്നെ ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമല്ല. ഇറ്റ്സ് എ മെന്റൽ, ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ച്. അതായത് നമ്മുടെ ചുറ്റിലും വരുന്ന അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡിൽ ഇടക്കൊക്കെ നമ്മൾ ഇത്തരം ചേഞ്ചസിലേക്ക് അല്ലെങ്കിൽ ഇടക്കൊക്കെ നമ്മൾ ഇത്തരം മാറ്റങ്ങൾക്ക് മുതിർന്നേ പറ്റൂ. താങ്ക് യു.